അസ്സലാമലൈക്കും. സൗദി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബിൽ സലീം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സൗദി അറേബ്യയിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു മകൻ പിറന്നു എന്ന്. അപ്പോൾ അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പോയ കാര്യങ്ങളാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കോ ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിച്ചതിന് ശേഷം ആ ഹോസ്പിറ്റലിലുള്ള ബർത്ത് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയി ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഇക്കാമ നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പേപ്പറിൽ അത് ഫോട്ടോ കോപ്പി എടുത്ത് തിരിച്ചു തന്ന് അതിന് താഴെ കുട്ടിയുടെ പേര് ഇംഗ്ലീഷിലും അറബിക്കിലുമായിട്ട് ഇക്കാമയിൽ എങ്ങനെയാണോ നമുക്ക് പേര് വരേണ്ടത് അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. താഴെ മൊബൈൽ നമ്പർ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കൗണ്ടറിൽ നിന്ന് പറയും 2 ദിവസം കഴിഞ്ഞ് വന്ന് കളക്ട് ചെയ്തോളൂ. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവർ ഒരു ഓൺലൈൻ പ്രിൻ്റ് ഔട്ട് തരും. അത് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല, ബർത്ത് നോട്ടിഫിക്കേഷനാണ്. അതിനകത്ത് കുട്ടിയുടെ പേരും കുട്ടിയുടെ ഫാദറിൻ്റെ പേരും മദറിൻ്റെ പേരും കുട്ടി ജനിച്ച സ്ഥലം ഹോസ്പിറ്റലിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. പക്ഷെ അതെല്ലാം കംപ്ലീറ്റ് അറബിക്കിലായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് സിവിൽ അഫയേഴ്സിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ അബ്ഷീർ ത്രൂ ആണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്. അത് എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോക്ക് ശേഷം വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. കുഞ്ഞ് എവിടെയാണോ ജനിച്ചത് ആ ലൊക്കേഷനിലുള്ള അതേ അവൽ മദനിയിൽ അല്ലെങ്കിൽ സിവിൽ അഫയേഴ്സിൽ തന്നെയാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്. എൻ്റെ കുഞ്ഞ് ജനിച്ചത് ജുബൈലിലാണ്. അപ്പോൾ ഞാൻ ദമാമിലോ അല്ലെങ്കിൽ കബ്ജിയിലോ ഉള്ള ലൊക്കേഷനിൽ എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും, അപ്പോയിൻമെൻറ്റ് കിട്ടും. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എവിടെയാണോ ഉള്ളത്, ജുബൈലിലാണോ ഉള്ളതെങ്കിൽ ജുബൈലിൽ തന്നെ, ദമാമിലാണോ ഉള്ളതെങ്കിൽ ദമാമിൽ തന്നെ, ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. 2, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പോട്ടിൽ തന്നെ നെക്സ്റ്റ് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ഒന്നും കിട്ടണമെന്നില്ല. ചിലപ്പോൾ 2 വീക്സ് 3 വീക്സ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഡേറ്റേ കാണിക്കില്ല, സ്ലോട്ട് നോട്ട് അവൈലബിൾ എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊരു ബെറ്റർ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം ഡെലിവറി ഡേറ്റ്. അപ്പോൾ അതിനൊരു 2 വീക്സ് മുമ്പ് തന്നെ ആയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റിനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം കുഞ്ഞ് ജനിച്ച് 1 മാസത്തിനകം നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 50 റിയാൽ ഫൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് 1 മാസത്തിനുള്ളിൽ തന്നെ ആയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ശ്രമിക്കാം. ഇനി ഫൈൻ വന്നാൽ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്കറിയാം ഫൈൻ ഉണ്ട് എന്നുള്ളത്. നമുക്കത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ക്യാഷോ കാർഡോ അവിടെ അക്കൗണ്ടിൽ സ്വീകരിക്കുന്നതല്ല. നമുക്ക് പേയ്മെൻറ്റ് സ്പോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വീണ്ടും ATM എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വരേണ്ടി വരും. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫൈൻ വരാതിരിക്കാൻ 1 മാസത്തിനുള്ളിൽ തന്നെയുള്ള ഡേറ്റ് എടുത്ത് ഇതിന് ട്രൈ ചെയ്യും. ഇനി 3ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അവൽ മദനിയിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ബർത്ത് നോട്ടിഫിക്കേഷൻ, കുഞ്ഞിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഇക്കാമ ആൻഡ് പാസ്പോർട്ട്, ഇതിൻ്റെ ഒറിജിനൽ കോപ്പിയും, പിന്നെ നമ്മളൊരു കുഞ്ഞിൻ്റെ പേര് ഇംഗ്ലീഷിലും അറബിക്കിലുമായിട്ട് എങ്ങനെയാണോ നമ്മൾ വേണ്ടതെന്നുള്ളത് അതൊരു നമ്മൾ A4 പേപ്പറിൽ ജസ്റ്റ് ഒരു പ്രിൻ്റ് എടുക്കുക. കറക്റ്റായിട്ട് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തത്. കാരണം നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റണ്ട. അപ്പോൾ നമുക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അവർ ഇംഗ്ലീഷിൽ പേരടിക്കുന്ന സമയത്ത് നമുക്ക് ഈ പേപ്പർ കാണിച്ച് അവരത് നോക്കി ടൈപ്പ് ചെയ്തോളും. അപ്പോൾ അതൊന്ന് കൊണ്ടുപോകണം. പിന്നെ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ടിക്കറ്റ് ഉണ്ട്. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്ത് ലാസ്റ്റ് ഒരു റെസിപ്റ്റ് വരുന്നുണ്ട്, അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ടൈം കാര്യങ്ങൾ. ഇത് മൊബൈലിലാണ് എടുക്കണമെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് കൂടെ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ വെബ്സൈറ്റ് വഴിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടായാലും പ്രിൻ്റ് കൂടെ വെക്കുക. കാരണം ആ പ്രിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അകത്തോട്ട് കയറ്റുള്ളൂ.
പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു അറബിക്കിൽ ഫില്ല് ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്. അത് നമുക്ക് സ്വന്തമായിട്ട് അറബിക്ക് എഴുതാനും വായിക്കാനും അറിയുന്ന ആളാണെങ്കിൽ, ഫില്ല് ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫോം ഗൂഗിളിൽ കിട്ടും. ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്കത് ഫോം ഫില്ല് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സെൻ്ററുമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അറബിക്ക് നന്നായിട്ട് എഴുതാനും വായിക്കാനും ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടായി ഫില്ല് ചെയ്യിക്കുക. ഇത്രയും ഫോംസുമായിട്ടാണ് നമ്മൾ അവൽ മദീനയിൽ പോകേണ്ടത്. അവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആ ദിവസം, ആ സമയത്തിന് 10-15 മിനിറ്റോ മുമ്പ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളെ അവർ മടക്കി അയക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളവിടെ ചെല്ലുക. കാരണം മടക്കി അയച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അതും ചിലപ്പോൾ കിട്ടുക 2 വീക്സോ 3 വീക്സോ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ പിന്നെയും ഡിലേ വരും. കാരണം നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്, ഇക്കാമ എടുക്കാനുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിൽ കിടക്കുകയുള്ളൂ. നമുക്ക് വീണ്ടും പാസ്പോർട്ട്, ഇൻഷുറൻസ് ഇതെല്ലാം കഴിഞ്ഞാലേ ഇക്കാമ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ ടൈം എടുക്കും. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എത്രയും സ്പീഡാക്കാൻ ശ്രമിക്കുമോ അത്രയും നല്ലത്. അതിന് നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ മൊബൈലിലുള്ള അപ്ഷീർ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അപ്ഷീർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം പേജ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഈ നടുവിൽ കാണുന്ന ഇ സർവീസസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സിവിൽ അഫയേഴ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന സ്റ്റാർട്ട് യൂസിങ് സർവീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി ന്യൂ അപ്പോയിൻമെൻറ്റിനായിട്ട് ന്യൂ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. റീജിയൻ ആൻഡ് സർവീസസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സർവീസ് ഏതാണ് വേണ്ടത് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ സർവീസസിൻ്റെ ഇവിടെ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ, അതാണ് ഫസ്റ്റ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീജിയൻ ചോദിക്കുന്നുണ്ട്. റീജിയൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനുള്ളത് ദമാമിലാണ്, ദമാം ജുബൈലിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈസ്റ്റേൺ പ്രൊവിനൻസ് ആണ്. അപ്പോൾ നിങ്ങളുള്ളത് ഏതാണ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ റീജിയൻ തന്നെ, ജീസാനാണോ റിയാദാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ റീജിയൻ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉള്ളത് ഈസ്റ്റേൺ പ്രൊവിനൻസിലായതുകൊണ്ട് ഈസ്റ്റേൺ പ്രൊവിനൻസ് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഏത് ബ്രാഞ്ചിലാണ് നമുക്ക് ഈസ്റ്റേൺ പ്രൊവിനൻസിലുള്ള ഏത് ബ്രാഞ്ചിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ദമാം, കോബാർ, കത്തീഫ്, ഹഫ്രൽ ബാത്തിൻ, ജുബൈൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ജുബൈലിലായതുകൊണ്ട് ജുബൈൽ അപ്പോയിൻമെൻറ്റ് തന്നെയാണ് എനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ദമാമിലോ കോബാറിലോ എടുക്കാൻ പറ്റില്ല. ദമാമിലുള്ളവർ ദമാമിൽ തന്നെ എടുക്കണം, കോബാറിലുള്ളവർ കോബാറിൽ തന്നെ എടുക്കണം, വേറെ എവിടെ എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജുബൈലിൽ ആണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജുബൈൽ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഡേറ്റ്സ് അവൈലബിൾ ആണ്. 25/8/26 എല്ലാം ഡേറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ നാളെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്. ഞാൻ സെലക്ട് ഏത് ഡേറ്റിലാണെന്നുള്ള ആദ്യം ക്ലിക്ക് ചെയ്താൽ ടൈമിങ് നമുക്ക് അതിന് ശേഷം ഇവിടെ 8 AM 9 AM 10 AM ഉള്ള 2 PM വരെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ടൈം നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു 9 മണിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമായിട്ട് വന്നു കഴിഞ്ഞു. ഏത് ബ്രാഞ്ചാണ്, ഓക്കെ, ജുബൈൽ ഏത് സിറ്റിയാണ്, ഏത് റീജിയനാണ് എല്ലാം വന്നു. ഡേറ്റും ടൈമും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്, അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം. അപ്പോൾ അതേ സമയത്തിന് തന്നെ അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി കൺഫേം ചെയ്ത് ചെയ്യാം. കൺഫേം ആയി കഴിഞ്ഞു. നമ്മുടെ ടിക്കറ്റ് നമുക്ക് നാളെ അപ്പോയിൻമെൻറ്റ് ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുന്നത് ആണ്, കാരണം ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും